ഞാനുമൊക്കെ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ ഗാന്ധിജി യങ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ പറഞ്ഞ ഒരു വാചകം, ആ ലേഖനം അതിൻ്റെ ഒരു ബാക്ക് കോപ്പി അടുത്ത സമയത്ത് വായിക്കാൻ എനിക്കിടയായി. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇപ്രകാരമാണ്: I have never been able to reconcile myself with the gaieties of Christmas season. It appears to be so inconsistent with the life and teaching of Jesus. ഗാന്ധിജി പറയുകയാണ്, ഏതാണ്ട് 70-75 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്, ക്രിസ്മസിന്റെ ഈ വലിയ ആഘോഷ തിമിർപ്പ്, ആഡംബര സമീപമായിട്ടുള്ള ഈ ആഘോഷം, അതിനോട് പൊരുത്തപ്പെടാൻ എനിക്കൊരു കാലത്തും കഴിഞ്ഞിട്ടില്ല. കാരണം അതിന് യേശുക്രിസ്തുവിന്റെ ജീവിതത്തോടോ പ്രവർത്തനങ്ങളോടോ യേശുക്രിസ്തുവിന്റെ ആദർശങ്ങളോടോ യാതൊരു ബന്ധം ഇല്ല. അങ്ങനെയാണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കകൾക്കോ ജീവിതത്തിനോ അതിനോട് യാതൊരു ബന്ധവുമില്ലാത്ത വിധത്തിലുള്ളതായ ക്രിസ്മസ് ആഘോഷങ്ങൾ കാണുമ്പോൾ എനിക്ക് ആ ആഘോഷങ്ങളോട് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. ആ 70 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇത് പറഞ്ഞെങ്കിൽ അതിനുശേഷമുണ്ടായ വളർച്ച ആ രംഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ആഡംബര സംബന്ധിതമായ ആഘോഷത്തിന്റെ ആ രംഗങ്ങളിൽ ഉണ്ടായ വളർച്ച അഭൂതപൂർവമാണ്. എവിടെ നോക്കിയാലും ക്രിസ്തുമസ് ഇന്ന് കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന, കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായി തീർന്നിരിക്കുന്നു എന്ന് ഖേദപൂർവം നാം ഓർക്കേണ്ടതാണ്. നാമും ഒരളവ് വരെ അതിലൊക്കെ പങ്കാളികളുമാണ്. ഇവിടെ നോക്കിയാലും വ്യവസായം, എല്ലാ രംഗങ്ങളിലും ഇത് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു മാർഗമായിട്ട് സമൂഹം ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഡംബര സമന്വിതമായി നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെടുന്നത് ഈ ദിവസങ്ങളിലാണ്, ക്രിസ്മസ് ദിവസങ്ങളിലാണ്, ഈസ്റ്ററിന്റെ ദിവസങ്ങളിലുമാണ് എന്നുള്ള നഗ്നമായുള്ള സത്യം നമുക്കറിയാം. എന്തിനു വേണ്ടിയാണ്? ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി. ഒരു കാര്യം നാം ഓർക്കണം, ക്രിസ്മസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സെലിബ്രേഷൻ, അതൊരാഘോഷമല്ല, ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്, അതൊരനുഭവമാണ്. യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന് പാടിഘോഷിച്ചതുകൊണ്ട്, ഈ വലിയ ബഹളങ്ങളൊക്കെ കാണിച്ചതുകൊണ്ട്, ഈ പണവും ധൂർത്തും നാം ധൂർത്തടിച്ച് അത് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതൊരു ക്രിസ്മസ് ആഘോഷമാകുകയില്ല. കേവലം ബാഹ്യമായുള്ളൊരു ഒരു ചടങ്ങ്, ഒരു ആഘോഷം നിർവഹിച്ചുവെന്ന് ഒരു പക്ഷെങ്കിൽ നമുക്ക് സമാധാനിക്കുവാനായിട്ട് കഴിഞ്ഞുവെന്ന് വന്നേക്കാം. പ്രത്യേകത ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലൊരു അനുഭവമായിട്ട് തീരേണ്ടതാണ്. ഇറ്റ് മസ്റ്റ് ബി ആൻ എക്സ്പീരിയൻസ്. ജീവിതത്തിലൊരു അനുഭവമാണ് യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നത്. ആ യേശുക്രിസ്തുവിന്റെ ആ പ്രവർത്തന ശൈലിയെക്കുറിച്ച് അഭിമന്യ തിരുമേനിയുടെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു അനുഭവം നമുക്ക് ഈ ആഘോഷങ്ങളിൽ പുതുപ്പള്ളി എക്യുമെനിക്കൽ ഫെലോഷിപ്പ് ഈ ക്രിസ്മസ് ആഘോഷം നടത്തുമ്പോൾ ഇതൊരു ആരാധനയായിട്ടാണ് നടത്തുന്നതെന്ന് കാണുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു സംഗതിയാണ്. തികച്ചും ലളിതമായ വിധത്തിൽ ഇത് ആഘോഷിക്കുന്നു. അത് ക്രിസ്തുവിന്റെ ജീവിതത്തോട് പൊരുത്തപ്പെടാൻ സഹായകരമായിട്ട് നമ്മെ തീർച്ചുവെന്നുള്ളതിന് യാതൊരു സന്ദേഹവുമില്ല. ക്രിസ്മസ് ആഘോഷമല്ല, അതൊരു അനുഭവമാണ്. ഈ കൊല്ലം ഭാരതത്തിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ധാരാളം സംഭവങ്ങളുണ്ടായി, പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായി. ഒന്ന്, ശാസ്ത്രത്തിന്റെ വലിയ നേട്ടം, ചന്ദ്രയാൻ. ഭാരതത്തിലെ ഓരോ പൗരനും, ആപാലവൃദ്ധം ജനങ്ങൾ അതിൽ അഭിമാനം കൊള്ളുന്നു, അതിൽ തീർച്ചയായിട്ടും സന്തോഷിക്കുന്നു. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ നാം അക്കാര്യത്തിൽ അങ്ങേയറ്റം അനുമോദിക്കുകയാണ്. ശാസ്ത്രത്തിന്റെ വലിയ നേട്ടം. അപ്പോൾ ചിലരുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി, ഇത്രമാത്രം വലിയ നേട്ടങ്ങൾ ശാസ്ത്രം കൈവരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസക്തി എവിടാണ്? ക്രിസ്തുമസിന്റെ പ്രസക്തി എവിടെയാണ്? ഈസ് ഇറ്റ് റെലവന്റ് ടു ദ സിറ്റുവേഷൻ? ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ആണോ ഈ ക്രിസ്മസ്
അല്ലെങ്കിൽ ഈ ക്രിസ്തുമസിന്റെ ദൈവത്തിന് ഇവിടെ വലിയ പ്രസക്തിയുമുണ്ടോ? ദൈവത്തെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള ഒരു സമൂഹം ഒരു പക്ഷേ ഈ ചോദ്യം നമ്മോട് ചോദിച്ചേക്കാം. വലിയ വലിയ ക്ലോണിംഗ് ഇതുവരെയുള്ളതായ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുമ്പോൾ, ശാസ്ത്രത്തിന്റെ വളർച്ച കാണുമ്പോൾ, സാങ്കേതിക വിദ്യയുടെ പുരോഗതി കാണുമ്പോൾ ദൈവത്തിന് എന്താണ് പ്രസക്തി? ദൈവത്തെ കൂടാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്നു. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ശാസ്ത്രം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, സാങ്കേതിക വിദ്യകൾ ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇത് ക്രിസ്തുമസിന്റെ അനുഭവമാണ്. വിദ്വാൻമാർക്ക് ദൈവത്തെക്കുറിച്ചുള്ളതായ, ദൈവത്തിന്റെ ജനനത്തെക്കുറിച്ചുള്ളതായ അറിവ് ലഭിച്ചത് എങ്ങനെയാണ്? അവർ ശാസ്ത്രജ്ഞന്മാരായിരുന്നു. കിഴക്ക് നിന്നുള്ളതായ ശാസ്ത്രജ്ഞന്മാർ ഭാരതീയരായ ആളായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ആരുമാകട്ടെ, ആ ശാസ്ത്രജ്ഞന്മാർക്ക് എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ശാസ്ത്രത്തിൽ കൂടെ തന്നെയാണ്. അവർ നക്ഷത്ര ഗവേഷകരായിരുന്നു, വാനശാസ്ത്ര നിരീക്ഷകരായിരുന്നു. വാനശാസ്ത്രം ഇങ്ങനെ അവർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ശാസ്ത്രം ആ രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കൂടെ അവർക്ക് കാണാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ ജനനത്തെയാണ്. ദൈവം ജനിച്ചിരിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ശാസ്ത്രജ്ഞന്മാർക്ക് ദൈവജനനത്തെക്കുറിച്ചുള്ളതായ സന്ദേശം അറിയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തതായ ഭാഷ. തിരുമേനി ചോദിച്ചു, ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. ഞാൻ സ്നേഹപൂർവ്വം ചോദിക്കുകയാണ്, ദൈവത്തിന്റെ ഭാഷ നിങ്ങൾക്കറിയാവോ? ദൈവത്തിന്റെ ഭാഷ എന്ത് ഭാഷയിലാണ് ദൈവം സംസാരിക്കുന്നത്? സുറിയാനിയിലാണോ, മലയാളത്തിലാണോ, ഇംഗ്ലീഷിലാണോ, ഏത് ഭാഷയിലാണ് ദൈവം സംസാരിക്കുന്നത്? പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ഗോഡ് സ്പീക്സ് ഇൻ എ ലാംഗ്വേജ് വിച്ച് വി അണ്ടർസ്റ്റാൻഡ്. ഇവിടെയുള്ളതായ ആവാലവൃത്തം ജനങ്ങൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ദൈവത്തിന്റെ ഭാഷ എന്തായിരുന്നെന്നറിയാമോ? ശാസ്ത്രം തന്നെയായിരുന്നു. ശാസ്ത്രഭാഷയിൽ കൂടെ, നക്ഷത്രത്തിൽ കൂടെ, ആ ഗവേഷണത്തിൽ കൂടെ ദൈവത്തെ അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ദൈവം അവരോട് സംസാരിച്ചത്, ദൈവജനനത്തെക്കുറിച്ച് അവരെ അറിയിച്ചത് ശാസ്ത്രത്തിന്റെ ഭാഷയിലാണ്. ആട്ടിടയന്മാർക്ക് ശാസ്ത്രമൊന്നും അറിയാൻ പാടില്ല. അവരെങ്ങനെയാണ് ഇത് അറിഞ്ഞത്? അവർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇതാ മനോഹരമായുള്ള നീലാകാശത്തിൽ സുന്ദരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മാലാഖമാർ വന്നതുകൊണ്ട് അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞ് ആ ദൈവത്തിന്റെ ജനനത്തെക്കുറിച്ച് അവർ പാടി അവരെ അറിയിക്കുകയാണ്. മനോഹരമായുള്ള സംഗീതത്തിൽ കൂടിയാണ്, അതിമനോഹരമായുള്ള സംഗീതം അവരോട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി കേൾക്കാൻ പോവുകയുമാണ്. ആ സംഗീതത്തിന്റെ ഭാഷ മാത്രമേ ഈ പാവപ്പെട്ട വിദ്യാവിഹീനരായ പുറന്തള്ളപ്പെട്ടതായ ആട്ടിടയന്മാർക്ക് മനസ്സിലാകുകയുള്ളൂ. അവർ ഏകാന്തതയിൽ കഴിയുമ്പോൾ പാട്ടുപാടി അതിനെ ആസ്വദിക്കുമായിരുന്നു. അത് ദൈവത്തിനറിയാം. അപ്പോൾ ദൈവം മനസ്സിലാക്കി, ഈ ആട്ടിടയന്മാർക്ക് ഈ ദൈവത്തിന്റെ ജനനം മനസ്സിലാകണമെങ്കിൽ വലിയ 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 തിയോളജിയോ വലിയ ഐഡിയോളജിയോ വലിയ പ്രസംഗങ്ങളോ ഒന്നും നടക്കുകയില്ല. അവർക്ക് മനസ്സിലാകുന്ന ഭാഷ സംഗീതത്തിന്റെ ഭാഷയാണ്. ആ സംഗീതത്തിന്റെ ഭാഷയിലാണ് ദൈവം അവരോട് സംസാരിച്ചത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കും എനിക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുന്നവരാണ് ദൈവം. ആ ശാസ്ത്രം ഒരിക്കലും, അതായത് ശാസ്ത്രത്തിന്റെ ആ കണ്ടുപിടുത്തത്തിൽ കൂടെ അവർക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞു. ആ നക്ഷത്രമാണ് അവരെ ദൈവത്തിങ്കിലേക്ക്, അല്ലെങ്കിൽ യേശുക്രിസ്തു ജനിച്ചതായ പുൽക്കൂട്ടിലേക്ക് അവരെ നയിച്ചത്. അപ്പോൾ ശാസ്ത്രം നമ്മെ ദൈവത്തിങ്കിലേക്ക് നയിക്കുകയാണ്, ദൈവത്തിൽ നിന്ന് പുറകോട്ട് മാറ്റുകയല്ല. ദൈവത്തിങ്കിലേക്ക് നമ്മെ നയിക്കുകയാണെന്ന വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് യേശുവിന്റെ ജന്മത്തിൽ കൂടെ നമ്മെ മനസ്സിലാക്കുകയാണ്. വിദ്വാൻമാര് ആ നക്ഷത്രത്തെ പിന്തുടർന്നുകൊണ്ട്, അതായത് അവരുടെ ശാസ്ത്രത്തിന്റെ വലിയ നേട്ടത്തെ കണ്ടുകൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പിന്നാലെ പുറപ്പെട്ടതുകൊണ്ട് അവർക്ക് ആത്യന്തികമായിട്ട് അവർ എത്തിച്ചേർന്നത് ദൈവസന്നിധിയിലാണ്. അവ ശാസ്ത്രം നമ്മെ ദൈവത്തിങ്കിലേക്ക് നയിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ശാസ്ത്രം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ഇന്നത്തെ ശാസ്ത്രം, ഇന്നത്തെ ഈ ശാസ്ത്രീയമായ നേട്ടങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുകയും ദൈവത്തിങ്കിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു വലിയ സംഭവമാണ് ഈ കൊല്ലം നമുക്ക് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് അഭിമാനിക്കുവാനായിട്ട് കഴിയുന്നതായ ചന്ദ്രനിലേക്കുള്ള ജൈത്രയാത്ര. വിശദീകരിക്കുന്നില്ല. ഗോഡ്, യഥാർത്ഥമായുള്ള സമാധാനം എന്ന് ലോകത്തിലുണ്ടാകുന്നുവോ അന്ന് നമുക്ക് പറയാം യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന്. യഥാർത്ഥമായിട്ടുള്ള സമാധാനത്തിന്റെ പ്രഭുവായ യേശു നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും ജീവിതത്തിൽ ഒരനുഭവമായി തീരാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.